ഞാൻ ആലോചിക്കുകയാണ്, കൊല്ലം ജില്ലയിലെ ഒരു വലിയ പണ്ഡിതൻ, പേര് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, വഫാത്തായി പോയ പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ ഒരു പേരക്കുട്ടി എൻ്റെ ഭാര്യയോടൊപ്പം പഠിച്ച ഒരു പെൺകുട്ടി. സുബ്ഹാനല്ലാഹ്, കുറച്ച് 1-2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭാര്യയെ അവൾ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, എൻ്റെ മകനുണ്ട്. അന്ന് 7-8 വയസ്സേ ഉള്ളൂ ആ മകന്. എൻ്റെ മകൻ മുത്തുനബിയെ സ്വപ്നം കണ്ടു. എൻ്റെ മകൻ മുത്തുനബിയെ സ്വപ്നം കണ്ടു. ചെറിയ മോനാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ആ പൊന്നുമോൻ ഉറങ്ങുക. നല്ല പണ്ഡിത തറവാട്ടിൽ പിറന്ന മോനാണ്. എന്നിട്ട് ഉമ്മച്ചിനോട് ഇടയ്ക്കിടയ്ക്ക് പറയൂ, എനിക്ക് മുത്തുനബിനെ കാണാനാണ് സ്വലാത്ത് ചൊല്ലുന്നത്, മുത്തുനബിനെ കാണാനാണ് സ്വലാത്ത് ചൊല്ലുന്നത്. ഒരു ദിവസം രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ആ പൊന്നുമോൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഉമ്മനോട് പറഞ്ഞു, ഉമ്മച്ചി, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു, മുത്തുനബിനെ കണ്ടു. സുബ്ഹാന ജല്ല ജലാലു. ആ സഹോദരി എൻ്റെ ഭാര്യയോട് പറയാണ്, എൻ്റെ മോൻ കണ്ടു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ആ സമയത്ത് എഴുന്നേറ്റപ്പോൾ ഞങ്ങളെ റൂമിൽ എന്തെന്നില്ലാത്തൊരു സുഗന്ധം ഇങ്ങനെ പരന്നിരുന്നു. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവം ഞാൻ ഈ പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മളുടെ നാവ് കൊണ്ട് ഒരു സ്വലാത്ത് ഉരിയാടിയാൽ ആ സ്വലാത്തിന്റെ മഹത്വം ആരാരുമില്ലാത്ത ഖബറിന്റെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്നത് തീർച്ചയാണ്. നബിതങ്ങളുടെ പേരിലുള്ള ഒരു സ്വലാത്ത് നമ്മളുടെ നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ അതിൻ്റെ ഫലം നാളെ ആഖിറത്തിൽ അനുഭവിക്കുമെന്നതിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളത് നമ്മളെല്ലാവരും പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ മഹത്തുക്കളായ ആളുകൾ സ്വലാത്തിലൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ ശ്രദ്ധിക്കുകയും സ്വലാത്തിലൂടെ ജീവിച്ചതിൻ്റെ പേരിൽ ധാരാളം മഹത്തുക്കൾക്ക് ലഭിച്ച നേട്ടങ്ങൾ കിതാബുകളിൽ ധാരാളമായി വിവരിക്കുകയും ചെയ്തത് നമ്മളുടെ മുന്നിൽ സ്പഷ്ടമായി നിലനിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ അബൂ സറഅ റളിയല്ലാഹു അൻഹു, മഹാനുഭാവനെ ഹഫ്സ് ബിൻ അബ്ദില്ല എന്നിവർ സ്വപ്നം കാണുകയാണ്. സ്വപ്നം കണ്ടപ്പോൾ സാധാരണ കാണുന്നത് പോലെയല്ല, വലിയ മഹത്വമുള്ള ആളായിട്ടാണ് മഹാനായ അബൂ സറഅ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. വഹുവ യുസല്ലി ഫിസ്സമാഇ മഅൽ മലായിക, മലക്കുകളോടുകൂടെ മഹാനായ ഹഫ്സ് റളിയല്ലാഹു അൻഹു അബൂ സറഅ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നതായിട്ട് കാണുകയാണ്. മലക്കുകളുടെ കൂടെ നിസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, ഇമാമൻ ലഹും, ആ മലക്കുകൾക്ക് ഇമാമായിട്ട് എല്ലാ മലക്കുകളും മഹാനുഭാവന്റെ പിന്നിൽ മഅ്മൂമായിട്ട് നിസ്കരിക്കുന്നതാണ് മഹാനായ ഹഫ്സ് റളിയല്ലാഹു അൻഹു കാണുന്നത്. ചോദിച്ചു മഹാനവറുകൾ അബൂ സറഅ റളിയല്ലാഹു അൻഹുവിനോട്, ബിമനിൽ തഹാദാ, അല്ല നിങ്ങൾക്ക് ഒരു തെറ്റും ചെയ്യാത്ത മലക്കുകളുടെ മുന്നിൽ ഇമാമായി നിൽക്കാൻ മാത്രമുള്ള ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് ലഭിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ മഹാനുഭാവന്റെ മറുപടി, വകുൽതു ഇദാ ദകർതുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസല്ലി അലൈഹി അദ്ദുറുൽ മൻളൂദ്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ ഈ വിഷയം പറയുന്നത് കാണാം. വകുൽതു ഇദാ ദകർതുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഏതെങ്കിലും സന്ദർഭത്തിൽ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഞാൻ പറഞ്ഞാൽ അത് എത്ര തവണ ആവർത്തിച്ച് പറയുന്ന അവസ്ഥ വന്നാലും ഉസല്ലി അലൈഹി, ആ നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ ഞാൻ ആ മുത്തുനബിയുടെ പേര് പറയാറില്ല എന്ന് മഹാനായ അബൂ സറഅ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഞാൻ ഈ മജ്ലിസിലെ ആമുഖത്തിൽ തന്നെ ഈ ഒരു കാര്യം പറയാനുള്ള കാരണം, നാം ഇവിടുന്ന് ഹബീബായ മുത്തുനബിയുടെ പേരുകള് ആവർത്തിച്ച് പറയാൻ സാധ്യതയുള്ള മജ്ലിസ് കൂടെയാണ് ഈ മജ്ലിസ്. ഇത് നമുക്ക് ആഖിറത്തിൽ വലിയ നേട്ടങ്ങൾ കിട്ടാനുള്ള വലിയൊരു കാരണമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയുമ്പോ മഹാനായ അബൂ സറഅ തങ്ങൾ പറഞ്ഞതുപോലെ, വകുൽതു ഇദാ ദകർതുൽ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസല്ലി അലൈഹി, തങ്ങളുടെ പേര് എവിടെ വെച്ച് പറയേണ്ട ആവശ്യം വന്നാലും
ഞാൻ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാതെ ഒരു നിലക്കിൽ ഞാൻ മടി കാണിക്കുന്ന ആളല്ല. അതുകൊണ്ടാണ് ഒരു തെറ്റും ചെയ്യാത്ത മഹാന്മാരായ മലക്കുകളുടെ മുന്നിൽ ഇമാമായി നിസ്കരിക്കാനല്ല ആ വലിയ യോഗ്യത എനിക്ക് അല്ലാഹു തആല നൽകിയത് കേട്ടോ. വേറെ ഒരു അമല് പറയാനില്ല. അതുകൊണ്ടാണ് ഏത് വിധത്തിലുള്ള ദോഷങ്ങൾ സംഭവിച്ചു പോയ ആളുകളാണെങ്കിലും, എത്രമാത്രം അപരാധങ്ങൾ അധാർമികമായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയ ആളുകളാണെങ്കിലും അവരോടെല്ലാം മഹാനായ ഉമർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം, അയാമൽ അതാദംബൽ വഖറ ഫസല്ലതാ ومن يرتجي من ربه الفضل والقربى تعاهد صلاة الله في كل ساعة على خير مبعوثين وأكرم من لبى. മഹാനായ ഉമർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാൻ, അയാമൽ അതാദംബൽ വഖറ ഫസല്ലതാ വമൻ യർതജി മിർ റബ്ബിഹിൽ ഫളല വൽ ഖുർബാ. ഈ ജീവിതത്തിലെ പല സാഹചര്യത്തിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ധാരാളം അരുതായ്മകൾ, അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത, മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്ത എത്രയോ പ്രവർത്തനങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടാവാം. അങ്ങനെ തെറ്റ് ചെയ്തു പോയ ആളുകളുണ്ടോ? അറിവില്ലായ്മ കൊണ്ട് അരുതായ്മ ചെയ്തു പോയ ആളുകളുണ്ടോ? തആഹദ് സ്വലാത്തല്ലാഹി ഫീ കുല്ലി സാഅതി അലാ ഖൈരി മബ്ഊസിൻ വഅക്റാമി മൻ ലുബ്ബാ. ചെയ്തുപോയ ദോഷങ്ങള് യജമാനനായ അല്ലാഹു തആല പുറത്തു തരാനുള്ള ഏറ്റവും വലിയ വഴി ലോകത്തിലെ നേതാവിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞോ, റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദ് ചൊല്ലിക്കോ. എന്നാൽ എത്ര വലിയ തെറ്റ് ചെയ്തു പോയ ആളുകളാണെങ്കിലോ മനസ്സ് നന്നാവും കേട്ടോ. മഹാനവറുകൾ അവസാനിപ്പിച്ചില്ല, ഫയക്ഫീക ഹമ്മൽ അയ്യാ ഹമ്യതഖാഫുഹു വയക്ഫീക ദംബ ജിത അളിം ബിഹി ദംബാ. അതേ ജീവിക്കുമ്പോ എത്രയോ കാര്യങ്ങളില് വല്ലാത്ത ആശങ്ക തോന്നുന്നു. സാമ്പത്തികമായ വലിയ വേദനയുള്ള ആളുകളുണ്ട്, ശാരീരികമായിട്ടുള്ള വലിയ ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ മാനസികമായിട്ടുള്ള വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകളില്ലയോ? ഏത് പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണെങ്കിലോ ചെല്ലിക്കോ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത്. കടം വീടിക്കെട്ടുന്നതാണ് കേട്ടോ. വീട് നിർമ്മിക്കാനുള്ള വഴികള് അല്ലാഹു തുറന്നു തരുന്നതാണ് കേട്ടോ. പരീക്ഷയിൽ ഉന്നതമായ വിജയ അല്ലാഹു നൽകുന്നതാണ് കേട്ടോ. ഉമ്മമാരെ, അതേ സുഖപ്രസവം അല്ലാഹു തആല നൽകുന്നതാണ് കേട്ടോ. ജോലിയില്ല
ചെല്ലാത്തതിൻ്റെ പേരിൽ ടെൻഷനാണോ? റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അനുയോജ്യമായ ജോലി അല്ലാഹ് അടുപ്പിച്ചു തരും കേട്ടോ. ഖൈറായ ഇണയെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി, അടുത്ത് കിട്ടണോ? സ്വലാത്ത് ചൊല്ലിക്കോ. എല്ലാത്തിനുമുള്ള പരിഹാരമാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. പോരാ, ഷൗക്കുൽ ജസീലിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചൊരു സ്വലാത്ത് അതാകുന്നില്ല. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കബൂലാക്കി തരട്ടെ. ഈ മജ്ലിസിന്ന് ഗ്യാരണ്ടിയോടെ കൊണ്ടുപോകാൻ കഴിയുന്ന ഇതൊന്നു മാത്രമേ ഉണ്ടാവൂ. എത്ര സ്വലാത്ത് ചൊല്ലിയോ അത്ര കണ്ട ഖബറിൽ പ്രകാശം കൂടി കിട്ടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് എല്ലാത്തിനും പരിഹാരമാണ്. അവസാനം മഹാനവറുകൾ പറയുന്നു, വമൻ ലം യകുൻ യഫഅൽ ഫഇന്നാ ദുആഹു യജിദ് ഖബ്ല അൻ യർഖാ ഇലാ റബ്ബിഹി ഹുജ്ബാ. തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ റബ്ബാകുന്ന അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് നീ എത്ര താണുകേണ് കൈ ഉയർത്തി ദുആ ചെയ്താലോ ആ ദുആ അല്ലാഹ് സ്വീകരിക്കൂല. ആകാശലോകത്തേക്ക് പോലും മലക്കുകൾ അതിനെ ഉയർത്തിക്കൊണ്ടുപോകൂല. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധം ഏതാണ്? ആയുധം അത് ദുആ ആണ്. ആ ദുആ അല്ലാഹുവിങ്കൽ മഖ്ബൂലാവണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാതെ നടത്തുന്ന ദുആ അല്ലാഹു സ്വീകരിക്കൂല എന്ന് മാത്രമല്ല, വാനലോകത്തേക്ക് മലക്കുകൾ ഉയർത്തുക പോലുമില്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണല്ലോ മയ്യിത്ത് നിസ്കാരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരാൾ മരിച്ചാൽ മകൻ ഗൾഫിലാണ്, ഭർത്താവ് ഗൾഫിലാണ്, ഇതൊന്നും പറഞ്ഞ് മയ്യിത്ത് മറവ് ചെയ്യുന്നത് വൈകിപ്പിക്കാൻ പാടില്ല. ഇതാണ് ഇസ്ലാമിക ശരീഅത്ത്. എത്രയും പെട്ടെന്ന് ആ മയ്യത്തിനെ കൊണ്ടുപോയി മറവ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്തണം. തജ്ഹീസിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് വേണ്ടത്. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് പറയുമ്പോഴും മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞ് കഫൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മയ്യത്ത് നിസ്കാരമാണ്. എന്തിനാ മയ്യത്ത് നിസ്കരിക്കുന്നത്? എല്ലാവരും കൂടെ ഈ മയ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ഒന്ന് ശഫാഅത്ത് ചെയ്യലാണ് മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം അല്ലേ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, പടച്ചവനെ ഞങ്ങൾക്കിടയിൽ കുറെ കാലം ഞങ്ങളിൽ ഒരുവനായി ജീവിച്ച ഞങ്ങളുടെ സുഹൃത്ത്, അവനെ നീ പുറത്തു കൊടുക്കണേ എന്ന് നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ശഫാഅത്ത് നടത്തുകയാണ്, ദുആ ചെയ്യുകയാണ്. എന്നാൽ മയ്യിത്ത് എത്രയും പെട്ടെന്ന് ഖബറിൽ കൊണ്ടുപോയി വെക്കണം എന്ന് പഠിപ്പിച്ച ഇസ്ലാം ആ മർമ്മപ്രധാനമായ ദുആ എത്രാമത്തെ തക്ബീറിന്റെ ശേഷമാണ് നടത്താറുള്ളത്? മയ്യത്ത് നിസ്കാരത്തിന് പഠിക്കലിൽ എത്ര തക്ബീറുള്ളത്? എത്ര ഉള്ളത്? 4 4 സുബ്ഹാനല്ലാഹ്. മയ്യത്ത് പെട്ടെന്ന് മറവ് ചെയ്യണമെന്ന ആ ഒരു ഭാഗത്തിലൂടെ നോക്കിയാൽ ഒന്നാമത്തെ തക്ബീർ കെട്ടിയ ഉടനെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് സലാം വീട്ടിയിട്ട് മറവ് ചെയ്യണം. ഇതാ വേണ്ടത്. പക്ഷേ അവിടെ മൂന്നാമത്തെ തക്ബീറിന്റെ ശേഷമാണ് മയ്യത്തിന് വേണ്ടി ദുആരക്കാൻ പറഞ്ഞത്. എന്തേ കാരണം? ഒന്നാമത്തെ തക്ബീറിന്റെ ശേഷം ഖുർആൻ ഓതുകയാണ്, ഫാത്തിഹ സൂറത്ത്. ദുആ സ്വീകരിക്കാനുള്ള
ഒരു വലിയ ഘടകമാണ് അൽ ഫാത്തിഹ. അൽ ഫാത്തിഹ അൽ ഫാത്തിഹ വിളിക്കുമ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് പോകലുണ്ട്. അത് ടീം വേറെയാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ആ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കഴിഞ്ഞ് രണ്ടാമത്തെ തക്ബീർ ചൊല്ലിയാൽ പിന്നെ ആ തക്ബീറിന്റെ ശേഷം നടത്തുന്നത് എന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. അതും കഴിഞ്ഞിട്ടേ മൂന്നാമത്തെ തക്ബീറിന്റെ ശേഷം ദുആ നടത്തുന്നുള്ളൂ. എന്തേ കാരണം? സ്വലാത്ത് ചെല്ലാതെ നടത്തുന്ന ദുആ അല്ലാഹു തആല സ്വീകരിക്കൂല. അല്ലാഹ്ക്ക് വേണ്ട മുത്തുനബിയെ പരിഗണിക്കാത്തവന്റെ അപേക്ഷ അല്ലാഹു സ്വീകരിക്കൂല. മുത്തുനബിയെ പരിഗണിക്കാത്തവനാണോ അവനെ അല്ലാഹു തആല പരിഗണിക്കൂല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ വലിയ ആദരവ്. മയ്യത്ത് നിസ്കാരത്തിൽ വജ്ഹത്ത് ഓതൽ സുന്നത്തുണ്ടോ? സുന്നത്തില്ല. മയ്യത്ത് നിസ്കാരത്തിൽ വജ്ഹത്ത് ഓതൽ സുന്നത്തില്ല. വേഗം അഊദുവും ബിസ്മിയും ചൊല്ലി ഫാത്തിഹ സൂറത്തിലേക്ക് അങ്ങ് കടക്കലാണ്. അഊദു ചൊല്ലൽ സുന്നത്താണ്. വജ്ഹത്ത് പോലും ഓതേണ്ട അത്രയും തിരക്കാണ് ഈ മയ്യത്തിനെ കൊണ്ടുപോയി ഖബറിൽ വെക്കാൻ. പക്ഷേ അവിടെയും മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്ത് അത് നിർബന്ധ ഘടകമായി പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന ആളുകളെ മാത്രമേ അള്ളാഹു പരിഗണിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലിയാൽ ലഭിക്കുന്ന ചില നേട്ടങ്ങൾ മാത്രം ഒന്ന് ഓടിച്ചങ്ങ് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. ഒന്നാമതായി മഹാന്മാര് പഠിപ്പിച്ചു തരുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരില് സ്വലാത്ത് ചെല്ലുന്ന ആൾക്ക് ഏറ്റവും പരമപ്രധാനമായി ലഭിക്കാൻ പോകുന്നത് യജമാനനായ അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കും എന്നുള്ളതാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, വരിളവാനും മിനല്ലാഹി അക്ബർ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമല്ല, നരകമോചനമല്ല. അതുപോലെ സ്വർഗത്തിലുള്ള ഉല്ലാസങ്ങളോ ആർഭാടങ്ങളോ അവിടെയുള്ള സൗകര്യങ്ങളോ അല്ല, മറിച്ചോ വരിളവാനും മിനല്ലാഹി അക്ബർ, യജമാനനായ അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുക എന്നതാണ്. വമാ മഖ്സൂദുഹും ജന്നാത്തു അദ്നി വലൽ ഹൂറുൽ ഹിസാൻ വലൽ ഖിയാമ. മഹത്തുക്കളായ ആളുകള് അവരുടെ ലക്ഷ്യം സ്വർഗമല്ല, അതുപോലെ സ്വർഗത്തിലുള്ള ഹൂറുല്യങ്ങളോ അവിടെയുള്ള കൊട്ടാരങ്ങളോ അവിടെയുള്ള ഹൈമകളോ അവിടെയുള്ള ഉല്ലാസങ്ങളോ ഒന്നുമേ അല്ല. യഥാർത്ഥ മുത്തഖീങ്ങളാകുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കള് അവരുടെ ലക്ഷ്യം അല്ലാഹുവിനെ കാണല, അല്ലാഹുവിനെ തൃപ്തിയോടെ കാണല. അറിയുമോ, സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക്, സ്വലാത്തിന്റെ ഖാദിമീങ്ങൾക്ക്, സ്വലാത്ത് ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അതേ ലോകത്തിന്റെ നേതാവ് പറയുന്നു, മൻ സർറഹു അയ്യൽഖല്ലാഹ തആല, അല്ലാഹുവിനെ കാണണോ, വഹുവ അൻഹു അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുന്ന കോലത്തില് അല്ലാഹുവിനെ നിനക്ക് കാണണോ, അത് നിനക്ക് സന്തോഷമുള്ള കാര്യമാണോ? ഫൽയുക്സിർ മിനസ്സലാത്തി അലയ്യ, അല്ലാഹുവിന്റെ തൃപ്തി വേണോ, അല്ലാഹുവിന്റെ ലിഖാ വേണോ? അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ട പണിയായിട്ട് ലോകത്തിന്റെ നേതാവ് ആരാ? ലോകത്തിന്റെ നേതാവ് അല്ലാഹുവിനെ കണ്ട ഒരേ ഒരു നേതാവാ.
തവണ അള്ളാനെ കണ്ട നേതാവാ. ആ നേതാവാ പറയുന്നത്, ഞാൻ കണ്ട റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ കഴിയണോ? എൻ്റെ പേരില് സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, സ്വലാത്ത് അധികരിപ്പിച്ചോ. മഹാന്മാരോട് നിങ്ങൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളെപ്പോലെ സ്വർഗം കിട്ടാനെന്നൊരു പറയൂല. നമ്മളെന്താ പറയല്? എങ്ങനെങ്കിലും ഒന്ന് കഴിച്ചിലായി കിട്ടണ്ടേ. ഇതാ നമ്മളുടെ മറുപടി. നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടണ്ടേ, ഇതാ നമ്മളുടെ മറുപടി. എന്നാ മഹത്തുക്കളോ, അള്ളാഹുവിൻ്റെ ഓർഡർ അനുസരിച്ചു ഞാൻ നിസ്കരിച്ചു. ഇനി എന്നെ അല്ല നരകത്തിലിട്ടാലും സ്വർഗത്തിലിട്ടാലും അതൊന്നും എൻ്റെ വിഷയമല്ല. എനിക്കെൻ്റെ റബ്ബിൻ്റെ തൃപ്തി കിട്ടണം, എനിക്കെൻ്റെ റബ്ബിൻ്റെ റിള വേണം. എന്നിട്ട് അല്ല എന്ത് ചെയ്താലും റളീനാ ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ. ഒരു തകരാറുമില്ല. ഇതാണ് ആ വലിയ ഈമാനിൻ്റെ അടയാളം. അള്ളാഹുവിനെ കാണണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരില് ധാരാളമായി സ്വലാത്ത് ചൊല്ലണം. സുബ്ഹാനല്ലാഹ്. മറ്റൊരു ഹദീസിൽ കാണാം, സ്വലാത്തിന്റെ രണ്ടാമത്തെ ഗുണം അള്ളാഹുവിന്റെ കോപം അവന് ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവന് അള്ളാഹുവിന്റെ ഗളബുണ്ടാകൂല, അള്ളാഹുവിന്റെ ദേഷ്യം അവന് ഉണ്ടാവൂല. ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോട് പറഞ്ഞു, മൻ സ്വല്ലാ അലൈക അശറ മർറാത്ത്, തങ്ങളെ ഏതെങ്കിലും ഒരാൾ ഒരു 10 സ്വലാത്ത് അങ്ങയുടെ പേരിൽ ദിനേന ചൊല്ലിയാൽ ഇസ്തൗജബൽ അമാന മിൻ സുഖ്തി, ആൾക്കൊരിക്കലും തന്നെ എൻ്റെ ദേഷ്യം എത്തുകയില്ല. അള്ളാഹു എങ്ങാനും നമ്മളോട് കോപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രക്ഷ തരാനാരാ, നമുക്ക് സംരക്ഷണം നൽകാനാരാ? ഒരാൾക്കും നല്ല സാധ്യമല്ലല്ലോ. അതേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരില് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്നു എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ദേഷ്യം അവനിൽ വർഷിക്കുകയില്ല. മാത്രമല്ല, മൂന്നാമതായി മഹാന്മാരെ എണ്ണിത്തരുന്നു, അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഈ ഭൂമി ലോകത്തൊരു സെക്കൻഡ് ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ഇല്ലേ, ഇല്ല. എന്നാൽ ലോകത്തിന്റെ നേതാവിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം സദാ വർഷിക്കുന്നു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഇന്നലില്ലാഹി സയ്യാറത്തും മിനൽ മലായിക യത്ലുബൂന ഹൽഖൽ ദിക്രി. അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്, ആ മലക്കുകള് ദിക്ർ മജ്ലിസ് തേടി നടക്കുകയാണ്. ദിക്റിന്റെ മജ്ലിസ് കണ്ടാലോ അവരതാ മജ്ലിസിലേക്ക് ചെല്ലുന്നു, ആ മജ്ലിസിനെ പൊതിയുന്നു. തിരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോ അള്ളാഹു തആല ചോദിക്കാൻ, എങ്ങനെയാണ് നിങ്ങൾ പോയിട്ട് എൻ്റെ അടിമകളുള്ളത്? അവര് പറയും, മതീന അലാ ഇബാദിൻ മിൻ ഇബാദിക്. അല്ലാഹുവേ, ഞങ്ങൾ കുറെ അടിമകളുടെ അടുക്കൽ ചെന്നു. ചില വിഭാഗക്കാർ യുഅല്ലിമൂന ആലാഅക്, നീ ചെയ്തു കൊടുത്ത നിഅമത്തുകളെയൊക്കെ
വല്ലാതെ ബഹുമാനിച്ച് അതിനെ വല്ലാതെ നന്ദി ചെയ്ത് ജീവിക്കുന്ന ചില ആളുകളെ ഞങ്ങൾ കണ്ടു. വയത്ലൂന കിതാബക്, പരിശുദ്ധ ഖുർആനൊക്കെ അവരിങ്ങനെ ഓതുന്നവരാണ്. വയുസല്ലൂന അലാ നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല നിന്റെ ഹബീബിനെ മറക്കാത്ത മജ്ലിസാണ് മജ്ലിസ്. മലക്കൾ പറയാൻ നിന്റെ ഹബീബിനെ മറക്കാത്ത മജ്ലിസ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരില് സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസാണ്. എന്നിട്ട് അവരെന്താ ചോദിക്കുന്നത്? അല്ലാഹു തആല അവരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നു, യസ്അലൂനക ലിആഖിറതിഹിം വദുനിയാഹും. അല്ലാഹുവേ, അവരവരുടെ ആഖിറത്തിന്റെ വിഷയങ്ങൾ ചോദിക്കുന്നുണ്ട്, അതുപോലെ അവരുടെ ദുനിയാവ് നല്ല നിലക്കായി കിട്ടണം എന്നവരെ തേടുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മറുപടിയാണ് ഉസ്സൂഹും റഹ്മതീ, എന്നാൽ അവരെ എൻ്റെ റഹ്മത്ത് കൊണ്ടങ്ങ് പൊതിയൂ മലക്കുകളെ, എൻ്റെ റഹ്മത്ത് കൊണ്ട് അവരെ പൊതിയൂ. ആ സമയത്ത് മലക്കുകള് യജമാനനായ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, യാ റബ്ബ് ഇന്ന ഫീഹിം ഫുലാനനിൽ ഖത്താ. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ വല്ലാതെ തെറ്റ് ചെയ്ത ആളുകളുണ്ട്, വല്ലാതെ ദോഷം ചെയ്ത ആളുകളുണ്ട്. മാത്രമല്ല അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആ മജ്ലിസിൽ വന്നതല്ല, ആരോ കൊണ്ടുവന്നപ്പോ അറിയാതെ അതിലിരുന്നു പോയവരാ. അങ്ങനത്തെ ചില ആളുകളോ ആ മജ്ലിസിന്റെ ഭാഗമാണ്. അവർക്ക് കൂടെ റഹ്മത്ത് ചെയ്യേണ്ടതുണ്ടോ? അവര് മനസ്സറിൽ വന്നവരല്ല, എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അവരെത്തിപ്പെട്ടവരാണ്, ഇരിക്കുന്നവരാ. ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി വശൂഹും റഹ്മത്തീ ഫഹുമുൽ ജുലസാ ലാ യസ്ഖാ ബിഹിം ജലീസുഹു. അവര് എങ്ങനെ വന്ന് ആ മജ്ലിസിലിരിക്കുന്നവരായാലും വേണ്ടിയില്ല, അവരെയുമെല്ലാം റഹ്മത്ത് കൊണ്ട് പൊതിയോ മലായിക. അവരെല്ലാം ഹബീബിന്റെ പേരില് സ്വലാത്ത് ചൊല്ലുന്നവരാണല്ലോ. അറിയാതെ മജ്ലിസിന്റെ ഭാഗമായിട്ട് മറ്റേതോ ആളുകളുടെ പ്രേരണകാരമായി വന്നിരിക്കുന്ന ആളുകളാണെങ്കിലോ അവർക്ക് റഹ്മത്ത് കൊടുക്കണേ, റഹ്മത്ത് കൊണ്ടവരെ പൊതിയണേ മലായിക. ലോകത്തിന്റെ നേതാവിന്റെ പേരില് സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസിന്റെ ഭാഗമാകാൻ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞില്ല. ഷൗഖുൽ ജസീലിന് ആരംഭം കുറിച്ച ആളുകൾ ഉണ്ടാവില്ലേ? പലരും ചിലപ്പോ ഖബറിലെത്തിയിരിക്കാം, ഒരുപക്ഷെ തുടക്കക്കാരിൽ ഇവിടെ സജീവമാവാൻ കഴിയാതെ പ്രവാസ ലോകത്തിരിക്കുന്നവരുണ്ടാവാം. ഈ മജ്ലിസ് ഇവിടെ നടക്കുന്ന കാലത്തോളം ഓ SSFകാരെ, SOSകാരെ, മുസ്ലിം ജമാഅത്തിലെ കാരണവന്മാരെ, യജമാനനായ അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങളുടെ ജീവിതത്തില് പൊതിയാനുള്ള കാരണമാ ഈ ഷൗഖുൽ ജസീൽ എന്ന മജ്ലിസ്. നന്നായി ഉൾക്കൊള്ളണം കേട്ടോ. ഇതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഓടി നടന്ന കുറേ ആളുകളുണ്ട്. എനിക്ക് ഈ ഷൗഖുൽ ജസീലിൻ്റെ ഒരു റീല് കിട്ടി, പ്രിയ സുഹൃത്ത് റഷീദ് ഹസനി അയച്ചു തന്നതാണ്. ചെറിയ 2 മക്കള്, സുബ്ഹാനല്ലാഹ്, അത് നടന്നതാണോ റീലാക്കിയതാണോ എന്ന് എനിക്കറിയില്ല. നടന്നതല്ലേ? ആ സൈക്കിൾ മേൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കൊണ്ടുപോകുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ആ മക്കൾക്കും നല്ല ബറക്കത്ത് കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്, മുത്ത് നബിയുടെ മജ്ലിസിന്റെ ഭാഗമാകാൻ എങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ റഹ്മത്ത് പൊതിഞ്ഞു കിട്ടാനുള്ള വലിയ കാരണമാണെന്ന്
മഹാനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നാലാമതായി സ്വലാത്ത് കൊണ്ട് ലഭിക്കുന്ന ഗുണം. ഞാനിത് പറയുന്നത് ഈ ഷൗഖുൽ ജസീൽ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം. അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. നല്ല നിലക്ക് ഇതിനു വേണ്ടി ഓടി നടന്ന് അധ്വാനിക്കുന്ന ആളുകൾക്ക് മുഴുവനും മദീന മുനവ്വറയിൽ പലതവണ എത്താൻ അല്ലാഹ് ഈ മജ്ലിസ് നീ കാരണമാക്കണം റഹ്മാനെ. റസൂലുള്ളാഹിനെ മരണപ്പെടുന്നതിന് മുമ്പ് പലതവണ കാണാൻ ഇതിൻ്റെ സംഘാടകർക്ക് നീ വലിയ കാരണമായി ഈ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഇതൊരു വലിയ മജ്ലിസാണ്. സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന നാലാമത്തെ ഗുണം, ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയാൽ 80 വർഷത്തെ അവൻ്റെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇതിങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാരില്ലേ അങ്ങനൊക്കെ ഉണ്ടാവുമോ? ഇത് ഞാൻ നോവലിലെ കഥ നോക്കി വായിക്കല്ല, കളിക്കുടുക്കയിലുള്ള കഥ വായിക്കുകയല്ല. മഹത്തുക്കളായ ആളുകൾ അവരുടെ കിതാബുകളിൽ ആധികാരികമായി വിവരിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. 80 കൊല്ലത്തെ ദോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും സ്വലാത്തുകൾ പതിവാക്കിയാൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ സ്വലാത്ത് എല്ലണം, വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ സ്വലാത്ത് എല്ലണം അല്ലേ? കടക്കാര് ജോലിക്കാരുണ്ടാവും, ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ, എത്ര സമയം അവൻ്റെ വായക്ക് റെസ്റ്റ് കിട്ടുമെന്നറിയാം അല്ലേ? വായക്ക് നല്ല റെസ്റ്റ് കിട്ടും. ആ റെസ്റ്റ് കിട്ടുന്ന സമയത്ത് മുഴുവനും ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുന്നൊരു സ്വഭാവം ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മജ്ലിസിലുള്ളവർക്ക് ആമീൻ പറയാനുള്ള ആഫിയത്ത് അല്ലാഹു തരട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. 80 വർഷത്തെ പാപം അല്ലാഹു പുറത്തു തരും. മാത്രമല്ല 80 വർഷത്തെ ഇബാദത്ത് ലഭിക്കാനുള്ള കാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ഖാല അബുൽ ഹജ്ജാജ്, മഹാനായ അബുൽ ഹജ്ജാജ് എന്നവര് പറയാൻ, ഇന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. ഒരു വേള, ഒരു രാത്രിയിൽ ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ ലോകത്തിലെ നേതാവ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നം കാണുന്നു. സ്വപ്നം കണ്ട സമയത്ത് ഞാൻ മുത്തുനബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹദ്ദസനി അബൂ മുഖാത്തിൽ, എന്നോട് അബൂ മുഖാത്തിൽ എന്ന് പറയുന്ന ആള് പറഞ്ഞിട്ടില്ല, മൻ സ്വല്ലാ അലൈക യൗമൽ ജുമുഅ, അങ്ങയുടെ പേരില് വെള്ളിയാഴ്ച ദിവസം ഒരാള് മിഅത്ത് സ്വലാ, വെള്ളിയാഴ്ച ദിവസം ഏതെങ്കിലും ഒരാൾ 100 സ്വലാത്ത് ചൊല്ലിയാൽ ഗുഫിറ ലഹു ഖതിഅതു 80 സന, ആ ആളുടെ 80 വർഷത്തെ ദോഷം അല്ലാഹു തആല പുറത്തു കൊടുക്കുമില്ല. എന്നോട് അബൂ മുഖാത്തൽ എന്നവരെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണോ നബിയേ? ലോകത്തിലെ നേതാവിനെ സ്വപ്നം കണ്ടപ്പോ മഹാനായ അബുൽ ഹജ്ജാജ് തങ്ങൾ ചോദിക്കുന്നു, റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി, സദഖ അബൂ മുഖാത്തിൽ, അതേ അബൂ മുഖാത്തിൽ പറഞ്ഞത് ശരിയായ കാര്യമാണ്. മൻ സ്വല്ലാ അലയ്യ യൗമൽ ജുമുഅ മിഅത്ത് സ്വലാ ഗുഫിറ ലഹു ഖതിഅതു 80 സന. ലോകത്തിലെ നേതാവ് സ്വപ്നത്തിലതാ
അതേ ഹദീസ് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുന്നു. മഹാനായ അബുൽ ഹജ്ജാജ് തങ്ങള് പിന്നെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് പറയാറുള്ളത്, അന ഉഹദ്ദിസുകും അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയെ തൊട്ട് ഞാൻ നിങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തരാം എന്നാ പറയാറുള്ളത്. വലാ ഉഹദ്ദിസുകും അൻ അബി മുഖാത്തിൽ, അബൂ മുഖാത്തിൽ എന്നവരെ തൊട്ട് അവിടുന്ന് പറഞ്ഞു തന്ന ഹദീസാണ് എന്ന അർത്ഥത്തിലല്ല മഹാനുഭാവൻ ഈ ഹദീസ് പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. പിന്നെയോ റസൂലുള്ളാഹി തങ്ങൾ എനിക്ക് നേരിട്ട് പറഞ്ഞു തന്ന കാര്യമാണ് എന്ന നിലക്കാണ് മഹാനായ അബുൽ ഹജ്ജാജ് തങ്ങള് ഈ ഹദീസ് പിൽക്കാലക്കാർക്ക് റിപ്പോർട്ട് ചെയ്തു കൊടുത്തത്. എന്തേ പറയാനുള്ള കാരണം, ലിഅന്ന ശൈത്വാന ലാ യഖ്ദിറു അലാ അൻ യതമസ്സല ബിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോലത്തിൽ വരാൻ പിശാചിന് കഴിയൂല, ഉറപ്പാണ്. അതാ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. അതാണ് മൗലാന പേരോട് ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകട്ടെ, ഉസ്താദ് അവറുകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ശൈത്വാനിന് മുത്തുനബിയുടെ രൂപം പ്രാപിക്കാൻ കഴിയൂല എന്ന് തന്നെയാണ്. പക്ഷേ ചില ആളുകൾ അതങ്ങനെയാണ്, പണ്ഡിതന്മാരോട് അസൂയയുള്ള ചില മനുഷ്യന്മാരുണ്ടാവും. സുബ്ഹാനല്ലാഹ്, അവർ കുരുപൊട്ടി ഇങ്ങനെ നടക്കുമ്പോൾ പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പേരോട് ഉസ്താദ് പറഞ്ഞത് ഇല്ലേ, പേരോട് ഉസ്താദ് പിശാചിന്റെ കോലത്തിൽ നബിതങ്ങൾ വരുമെന്ന് പറഞ്ഞു എന്ന് ആരോപണം പറഞ്ഞ് നടക്കുന്ന ചില എവിടെയും എടുക്കാത്ത പൈസ പോലെ നടക്കുന്ന ചില മനുഷ്യന്മാർ. എല്ലാ കടയിലും കൊണ്ടുപോയി ചോദിച്ചു നോക്കി, ഇതൊന്നും എടുക്കുമോ എന്ന്. ആരും എടുക്കുന്നില്ല, ആരും എടുക്കുന്നില്ല. എല്ലാ വീട്ടിലും കയറി നോക്കി, എല്ലാ നേതാക്കന്മാരുടെ അടുത്തും പോയി നോക്കി. ഒരാളും പറഞ്ഞു, ഇത് കീറിയ നോട്ടാണ്, വേണ്ട, ഇത് കീറിയതാണ്, വേണ്ട, ഇത് കീശയിലിട്ടാ ശരിയാവൂല എന്ന് പറഞ്ഞ് മടക്കി അയച്ച ഒരു ടീമുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരെ പേരോട് ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ ആരോപണം പറഞ്ഞുകൊണ്ടിരിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കോലത്തിൽ പിശാചിന് വരാൻ കഴിയുമെന്ന് പറഞ്ഞ ആളാണ് പേരോട് ഉസ്താദ് എന്ന്. നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ പേരോട് ഉസ്താദ് പറഞ്ഞത്? ഉണ്ടോ? ഒരാളും കേട്ടിട്ടില്ല, ഒരാളും കേട്ടിട്ടില്ല. പിന്നെ എന്തേ ഉസ്താദ് പറഞ്ഞത്? സുബ്ഹാനല്ലാഹ്, ഈ പറഞ്ഞു നടക്കുന്ന ഹയവാന്മാരുടെ കോലത്തില് ഇബ്ലീസിന് വരാൻ കഴിയും ഇല്ലേ? ഈ പറഞ്ഞു നടക്കുന്ന ഹയവാന്മാരുടെ കൂട്ടത്തില്, അവരെ കോലത്തില് ഇബ്ലീസിന് വരാൻ കഴിയും. എന്നിട്ട് പറയാ ഞാൻ റസൂലാണ്, എന്നിട്ട് ഞാൻ റസൂലാണ് എന്ന് പറയാൻ കഴിയും. അല്ലാതെ മുത്തുനബിയുടെ കോലത്തില് ഒരു കാലത്തും ഇബ്ലീസിന് ആ ശറഫാക്കപ്പെട്ട സൂറത്ത് പ്രാപിക്കാൻ കഴിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ നേരിട്ട് എനിക്ക് പറഞ്ഞു തന്ന ഹദീസാണ്, മൻ സ്വല്ല അലയ്യ മിഅത സ്വലാത്ത്, എല്ലാ വെള്ളിയാഴ്ചയും 100 സ്വലാത്ത് വീതം ചൊല്ലാൻ ഒരാൾക്ക് സാധിച്ചാൽ ഗുഫിറ ലഹു ഖതീഅതു 80 സന, അവന്റെ 80 കൊല്ലത്തെ ദോഷങ്ങള് പുറത്തു പോകുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 5-ാമതായിട്ട് സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ലഭിക്കുന്ന മഹത്വമായ മഹാന്മാര് പറയുന്നു, 70,000 മലക്കുകൾ അവന് വേണ്ടിയിട്ട് അവന്റെ ഭാഗത്ത് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ പുറത്തു കൊടുക്കാൻ അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യുന്നു. അറിയുമോ ഉമ്മമാരെ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, ഖറജ്തു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ബഖീയിലേക്ക് പോയി, ജന്നത്തുൽ ബഖീയിലേക്ക് പോയി. ഫസജദൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തവീലാ. അല്ലാഹുവിൻ്റെ റസൂൽ ആ ജന്നത്തുൽ ബഖീയിലേക്ക് കയറിയതിന് ശേഷം ദീർഘസമയം അവിടുന്ന് സുജൂദ് ചെയ്യുന്നു. ഞാൻ ആ സുജൂദ് കഴിയുന്നതിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സാധാരണ ഇല്ലാത്ത രൂപത്തിൽ ഒരു ദീർഘമായ സുജൂദ് ചെയ്തതിനുള്ള പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു, അബ്ദുറഹ്മാൻ ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നിട്ട് വല്ലാത്ത സന്തോഷമുള്ളൊരു കാര്യം എന്നോട് പറഞ്ഞു, വല്ലാത്തൊരു നിഅമത്ത്, വല്ലാത്തൊരു അനുഗ്രഹം എന്നോട് പറഞ്ഞു തന്നു. ആ സന്തോഷത്തിന്റെ പേരിൽ ശുക്ർ ചെയ്യുക എന്ന നിലക്കാണ് ഞാൻ ദീർഘസമയം അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തത് കേട്ടോ. എന്താ ജിബ്രീൽ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞത്? ലാ യുസല്ല അലൈക അഹദു ഇല്ലാ വയുസല്ലി അലൈഹി സബ്ഊന അൽഫി മലകി. തങ്ങളെ ലാ യുസല്ല അലൈക അഹദു, അങ്ങയുടെ പേരിൽ ഒരാളും തന്നെ സ്വലാത്ത് ചൊല്ലുന്ന അവസ്ഥ വരൂല. ഇല്ലാ വയുസല്ലി അലൈഹി സബ്ഊന അൽഫി മലക. അതെ, അങ്ങയുടെ പേരിൽ ഏതെങ്കിലും ഒരാളൊരു സ്വലാത്ത് ചൊല്ലുമ്പോ ആ സ്വലാത്ത് ചൊല്ലുന്ന ആൾക്ക് 70,000 മലക്കുകൾ അതേ സ്വലാത്ത് ചൊല്ലുന്നു. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗ്ഫാർ നടത്തല. ഒരു തെറ്റ് പോലും ചെയ്യാത്ത മലക്കുകള് നമ്മളുടെ ദോഷം പൊറുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന വല്ലാത്തൊരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ കഴിയണോ? റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. 70,000 മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു. ചൊല്ലു റസൂലുള്ളാഹിന്റെ പേരിൽ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ആറാമതായി മഹത്തുക്കൾ പറയാൻ, സ്വലാത്ത് ചൊല്ലുന്നവന് റസൂലുള്ളാഹി തങ്ങളുടെ സലാം ലഭിക്കും. മുത്തുനബിയുടെ സലാം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങൾക്ക് വഹീ കിട്ടുന്നതിൻ്റെ, നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തങ്ങൾ മദീനത്തൂടെ നടന്നു പോകുമ്പോൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് തങ്ങളോട് സലാം പറയുന്ന കല്ലുകളുണ്ടായിരുന്നു. മുത്തുനബി പറയാണ്, ഇന്നി ലഅരിഫു ഹജറൻ യുസല്ലിമു ഖബ്ല അൻ ഉബ്അസ. എന്നെ പ്രവാചകരായി പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ നടന്നു പോകുമ്പോൾ എന്നോട് സലാം പറയുന്ന കല്ലുകളെ എനിക്കിപ്പോഴും പരിചയമുണ്ട്. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കണം, റസൂലുള്ളാഹി തങ്ങളോട് സലാം പറയുന്ന ആളുകളെ മുത്തുനബിയുടെ മനസ്സിലുണ്ടാകും, ഓർമ്മയിലുണ്ടാകും. അതാ കല്ലിനെ എനിക്ക് ഓർമ്മയുണ്ട്. എന്താ കല്ലിൻ്റെ പ്രത്യേകത? യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബ്അസ. എന്നെ നിയോഗിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ എന്നെ കാണുമ്പോൾ സലാം പറയുന്ന കല്ലുകളാണ്. സലാം പറയുന്നവനെ അള്ളാന്റെ റസൂലിന് പരിചയം ഉണ്ടാകും, മറക്കൂല. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കട്ടെ.